ഹായ്, ഞാൻ രാജി. അപ്പോൾ രാവിലെ തന്നെ ഗാർഡനിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഓർക്കിഡാണ് നോക്കിയത്. അപ്പോൾ ഓർക്കിഡിൻ്റെ ഇലകളൊക്കെ കേടായിട്ടുണ്ട്. ഇലകൾ മാത്രമല്ല, പൂക്കളും കേടായിട്ടുണ്ട്. അപ്പോൾ അധികം പൂക്കളൊന്നും ഇല്ലെങ്കിലും ഉള്ള പൂക്കൾ മിക്കതും കേടായി പോയിട്ടുണ്ട്. അപ്പം മാസത്തിലൊരിക്കൽ ഞാൻ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് എപ്സം സോൾട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എപ്സം സോൾട്ട് കൊടുക്കുന്ന സമയത്ത് ഒച്ചിൻ്റെ പ്രശ്നം അധികമായിട്ടൊന്നും വരാറില്ല. അപ്പോൾ കുറച്ച് നാളായിട്ട് മഴ കൂടുതലായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അധികം വളങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാവും ഇപ്പോൾ വീണ്ടും ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ചില ചെടികൾ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നിയാലും അതിലേറെ സന്തോഷമൊരുക്കി നമുക്ക് കുറച്ച് ചെടികളും അവിടെ ഉണ്ടാകും. അപ്പോൾ ഈ ഓർക്കിഡിലൊക്കെ പുതുതായിട്ട് നമുക്ക് ബഡ്ഡുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഓർക്കിഡിൽ 2 ബഡ് നമുക്കുണ്ട്. അതുപോലെ ഇതൊരു പുതിയ ഓർക്കിഡാണ്. ഏകദേശം 1 മാസം ആയിട്ടേ ഉള്ളൂ എനിക്ക് കിട്ടിയിട്ട്. അപ്പോൾ അതിലും 2 ബഡ്ഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. ഓർക്കിഡ് പ്ലാന്റ്സുകൾ കാണിച്ചിട്ട് കുറച്ച് നാളായതുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സുകളും പെട്ടെന്നൊന്ന് കാണിക്കുന്നത്. അപ്പോൾ അധികം ഫ്ലവേഴ്സൊന്നുമില്ല. ഒരു 2-3 പ്ലാന്റിൽ മാത്രം ഫ്ലവേഴ്സ് ഉണ്ട്. അതുപോലെ 2-3 പ്ലാന്റ്സിൽ ബഡ്ഡുകളും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡിലിരിക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ സ്റ്റാൻഡിലിരിക്കുന്ന പ്ലാന്റിന് മാത്രമേ ഞാനിപ്പോൾ എന്തായാലും ഫെർട്ടിലൈസർ കൊടുക്കുന്നുള്ളൂ. കാരണം ഹാങ് ചെയ്തിട്ട പ്ലാന്റ്സുകൾക്ക് അതിൻ്റെ ലീഫുകൾക്കും ബഡ്ഡുകൾക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ സ്റ്റാൻഡിലിരിക്കുന്ന പ്ലാന്റ്സിൽ മാത്രമേ ഈ ഒരു ഒച്ചിൻ്റെ അറ്റാക്ക് ഉള്ളൂ. അതുപോലെ വാൻഡ, അതുപോലെ മൊക്കാറ പ്ലാന്റ്സിലൊന്നും ഒരു പ്രശ്നമില്ല. ഓർക്കിഡ് വളർത്തുന്നവരെ കറക്റ്റായിട്ട് എപ്സം സോൾട്ട് ഫെർട്ടിലൈസർ കൊടുത്തിരിക്കണം. കാരണം ഈ ഒരു ഒച്ചിൻ്റെ ശല്യം അകറ്റാൻ മാത്രമല്ല, ചെടി നന്നായിട്ട് വളരാനും നല്ല പച്ചപ്പോടുകൂടി ഇലകളുണ്ടാകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്, കെമിക്കൽ ഫെർട്ടിലൈസറാണ് എപ്സം സോൾട്ട്. ഇതെന്തായാലും കറക്റ്റ് 1 മാസത്തിന് ഉള്ളിൽ തന്നെ നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പ്ലാന്റ്സിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല. ഓർക്കിഡ്സിന് ഫെർട്ടിലൈസറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ സ്പാനിഷ് മോസ് നമ്മൾ ഓസ് കൊണ്ട് നന്നായിട്ട് തന്നെ വെള്ളം അടിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് കരിഞ്ഞു പോകുന്നത് നമ്മൾ തന്നെ അറിയത്തില്ല. പ്ലാന്റ് പൂർണ്ണമായിട്ട് നശിച്ച് പോയി കഴിഞ്ഞാലേ അത് നമ്മൾ അറിയത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് 2 നേരം സ്പാനിഷ് മോസ് ഉള്ളവർ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതും ഓസ് ഉപയോഗിച്ച് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മോട്ടറിൽ വെള്ളം കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്തായാലും അതവിടെ നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.